السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم. لما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا. ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഖാല ഇബ്നു ഇസ്ഹാഖ്, ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുകയാണ്, ലമ്മ കാനൽ യൗമു സാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 7-ാം നാൾ പിന്നിട്ടപ്പോൾ ദബഹ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അറുത്തു ജദ്ദുഹു, അവിടുത്തെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് എന്നവർ, വഖാമ ബി അംരിഹി, കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു, നിറവേറ്റി, കമാ യജിബ്, ഖുറൈശികളൊക്കെ നിർബന്ധമായി കണ്ടിരുന്ന, എന്തായാലും ഒരു കുട്ടി ജനിച്ചാൽ അവരൊക്കെ ചെയ്തു വന്നിരുന്ന പതിവ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. വദഅ ഖുറൈശൻ, ഖുറൈശികളെ വിളിച്ചു, വഅത്അമഹും, അവർക്ക് ഭക്ഷണം നൽകി, വഅക്രമഹും, അവരെ ആദരിച്ചു ബഹുമാനിച്ചു. ഫലമ്മാക്കലു, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ, ഖാലു, അവർ ചോദിച്ചു, യാ അബ്ദുൽ മുത്തലിബ്, ഓ അബ്ദുൽ മുത്തലിബ് എന്നവരെ, മാ സമ്മൈത ഇബ്നക്, എന്താണ് നിങ്ങൾ മകനെ പേര് വിളിച്ചത്? അബ്ദുൽ മുത്തലിബിനോട് മകൻ എന്നായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. വല്യുപ്പയാണെങ്കിലും ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെറുപ്പം മുതലേ നോക്കിയ ആളായതുകൊണ്ട്. ഖാല, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ അവന് മുഹമ്മദ് എന്ന് പേരിട്ടിരിക്കുന്നു. മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ്. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ഖദ് റഗബ്ത, താങ്കൾ താൽപ്പര്യം കാണിച്ചിരിക്കുന്നു, ആവേശം കാണിച്ചിരിക്കുന്നു, അൻ അസ്മാഇ ആബാഇക, അങ്ങയുടെ ഉപ്പയുടെയും വല്യപ്പമാരുടെയും ഒക്കെ പേര് വിട്ട് നിങ്ങളെന്തിനാണ് ഈ പേരിനോട് ഇത്ര താൽപ്പര്യം കാണിക്കുന്നത്? ആല, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അൻ യഹ്മദഹു മൻ അലൽ അബ്റാ, ഭൂമി ലോകത്തുള്ള സർവചരാചരങ്ങളും എൻ്റെ കുഞ്ഞിനെ സ്തുതിക്കണമെന്ന്, നന്മ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, അറത്തു, ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ യഹ്മദഹു, സ്തുതിക്കുന്നതിനെ ഞാൻ ഉദ്ദേശിക്കുന്നു, മൻ അലൽ അബ്റാ, ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ വ്യക്തികളും. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുന്നാസ് ബിൽ ഹംദി സ്വല്ലാ അലൈഹില്ലാഹു മാ അശ്റഖത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. മുഹമ്മദൻ, മുഹമ്മദ് എന്ന് സമ്മൗ പേര് വച്ചിരിക്കുന്നു, നബിയൽ ഹുദാ, സന്മാർഗത്തിൻ്റെ വിളക്കായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, വഹുവ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അഹഖുന്നാസി, ജനങ്ങളിൽ ഏറ്റവും അർഹതയുള്ളവരാണ്, അർഹനാണ്, ബിൽ ഹംദി, സ്തുതി കൊണ്ട്, ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടാൻ, വാഴ്ത്തപ്പെടാൻ, മദ്ഹ് പാടാനും പറയാനും അതിനെല്ലാം അർഹതയുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്വല്ലാ, സ്വലാത്ത് വർഷിക്കുമാറാവട്ടെ, അലൈഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ, അല്ലാഹു, മാ അശ്റഖത്, ഉദിക്കുന്ന കാലമത്രയും, ശംസുൽ ളുഹാ, പ്രഭാത സൂര്യൻ, ഫീ ദാലിക സഅദി, ആ പ്രഭാതത്തിൻ്റെ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന കാലം എത്രയുണ്ടോ അത്രയും കാലം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, സ്വലാത്ത് വർഷിക്കുമാറാവട്ടെ. ഫലമ്മാ കാന വഖ്തു ളുഹൂരി അസ്റാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറെന്ന സിറ്, ആ പ്രഭ പുറത്തു വരാൻ സമയമായപ്പോൾ, വൈസ്രാഖുൽ കൗനി ബി അൻവാരിഹി,
ആ പ്രഭ കാരണമായിട്ട് പ്രപഞ്ചം മിന്നിത്തിളങ്ങാൻ സമയമായപ്പോൾ, ഇസ്റാഖ് മിന്നിത്തിളങ്ങുക, കൗന് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, അൻവാർ പ്രകാശങ്ങൾ. ഫബൈനമാ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഫീ ബൈത്തിഹാ, ആ സമയത്ത് വീട്ടിൽ വഹീദത്തുൻ തനിച്ചിരിക്കുകയായിരുന്നു, ഒറ്റക്കിരിക്കുകയായിരുന്നു. എന്നാൽ മുസ്തഅനിസത്തുൻ കൂട്ടുകാരുള്ളതുപോലെ ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഫീൽ ചെയ്തു. അവിടത്തേക്ക് ഒരു ഏകാന്തതയുടെ ലക്ഷണവുമില്ല, ഏകാന്തയാണെന്നുള്ള ഒരു തോന്നലും ആ മനസ്സിൽ തോന്നിയിട്ടില്ല. കൂട്ടുകാരികളുള്ളതുപോലെ തോന്നി. ബിബറക്കാത്തി, ആ നൂറിൻ്റെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന പ്രഭ, വിശ്വപ്രവാചകൻ്റെ ആ നൂറ്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കൂടെ കൂട്ടുകാരികളുണ്ടെന്ന് അവർക്ക് തോന്നിപ്പോയി. വഹിയ ഫരീദ, എന്നാൽ ആമിന ബീവി ഒറ്റയ്ക്കാണുള്ളത്. വലം തശ്ഉർ, അവർക്ക് അനുഭവപ്പെട്ടില്ല, തോന്നിയില്ല. ഇല്ലാ വഖദ് അശ്റഖ ഫീ ബൈതിഹൻ നൂർ, ആ വീട്ടിലൊരു പ്രഭ തെളിഞ്ഞു വന്നു, ഒരു പ്രകാശം വന്നു എന്നല്ലാതെ വലിയ ഒരു പ്രസവത്തിൻ്റെ വേദനയും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമൊന്നും ആമിന ബീവിക്ക് ഫീൽ ചെയ്തില്ല. വഅമ്മഹൽ ഫറഹ് വസ്സുറൂർ, വഅമ്മഹ, ആമിന ബീവിയെ പൊതിഞ്ഞു, അൽ ഫറഹു സന്തോഷം, വസ്സുറൂർ ആനന്ദവും പൊതിഞ്ഞു. വ അഖ്ബലത്തിൽ മലായിക, മലക്കുകൾ മുന്നിട്ട് വന്നു. വൽ ഹൂറു, ഹൂറുൽ ഐൻകളാകുന്ന സ്വർഗത്തിലെ തരുണീമണികളും മുന്നിട്ട് വന്നു. വഹഫ ഹുജ്റതുഹാ, റൂമിൻ്റെ ചുറ്റും വന്ന് ചിറകടിച്ചു. അൻവാഅ തുയൂർ, പക്ഷികളിൽ നിന്ന് വിവിധ ഇനം പക്ഷികൾ. വഹിയ ആമിന ബീവി റളിയല്ലാഹു അൻഹാ തസ്മഉ, അവർ കേൾക്കുന്നുണ്ട്. ലിസ്ദിഹാമിഹിം, അവരുടെ തിരക്കുകൂട്ടൽ. വഹ്തിഫാലിഹിം, അവരുടെ ആഘോഷങ്ങളും ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നുണ്ട്. ബിഖുദൂമിൽ ഹബീബ്, അല്ലാഹുവിൻ്റെ ഹബീബായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവിനെ നേരിടാൻ വേണ്ടി, അവിടത്തെ ഒന്ന് കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതും ആഘോഷിക്കുന്നതും അവിടുന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. ബിഖുദൂമിൽ ഹബീബി ഹംസ, ശാന്തമായ നിലയിലുള്ള ഹബീബിൻ്റെ വരവിനെ വരവേൽക്കാൻ വേണ്ടി, നോക്കിക്കാണാൻ വേണ്ടി ആ മലക്കുകളെല്ലാം തിരക്ക് കൂട്ടുന്നത്, ആഘോഷിക്കുന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. വൈ കൈഫല, എങ്ങനെ ഇല്ലാതിരിക്കും. വ സയ്യിദുൽ ആലമീന, സയ്യിദുൽ ആലമീനായ ലോകൈക ഗുരു, ലോകത്തിൻ്റെ മുഴുവൻ പ്രവാചകർ. ഫീ ബൈത്തിഹാ, ആ വീട്ടിൽ അംസാ, ഭൂജാതനാകാനിരിക്കുന്നു. അവിടെ ഉണ്ടാവാനിരിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന വിശ്വവിമോചകനാണ്, ലോകത്തിൻ്റെ നേതാവാണ്, ലോകം കീഴടക്കിയ ഭരണാധികാരിയാണ്, ആശയത്തിൻ്റെ ഉടമയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെങ്ങനെയാണ് മലക്കുകൾ സന്തോഷിക്കാതിരിക്കുക? റബ്ബിൻ്റെ പടപ്പുകൾ എങ്ങനെയാണ് ആഹ്ലാദിക്കാതിരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജന്മം കൊണ്ടും അവിടുത്തെ വിശേഷണങ്ങൾ കൊണ്ടുമൊക്കെ നന്നായി ആനന്ദിക്കാനും അവിടത്തോട് ഹുബ്ബ് പുലർത്തി അനുസരണ കാണിക്കുന്ന നല്ല ഒരു സ്വാലിഹായ അബ്ദായി മാറാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.